വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു കാലത്ത് മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ സീരിയൽ താരമായിരുന്നു ശോഭ ശങ്കർ. എന്നാൽ ഇപ്പോൾ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നടി. ഓട്ടിസം ബാധിതനായ മകനും രോഗിയായ ഭർത്താവിനുമൊപ്പം ജീവിക്കാൻ സ്വന്തമായൊരു വീടോ വരുമാനമോ പോലും ശോഭയ്ക്കില്ല. വാടക വീട് ഒഴിയണമെന്ന അന്ത്യശാസനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ശോഭയും കുടുംബവും. 10-12 വർഷത്തോളം നിരവധി സീരിയലുകളിൽ പല കഥാപാത്രങ്ങളായി സ്ക്രീനിലെത്തിയ ശോഭ ശങ്കർ വർഷങ്ങൾക്കിപ്പുറം ജീവിക്കാനൊരു മാർഗവും ഇല്ലാതെ സുമനസുകളുടെ സഹായം തേടുകയാണ്. 2012 തിരുവനന്തപുരം സ്വദേശിയായ ശങ്കറിനെ ശോഭ വിവാഹം കഴിക്കുന്നത്. ശോഭയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരു വാഹന അപകടത്തിൽ പരിക്കേറ്റ ശങ്കർ തലക്കേറ്റ ഗുരുതരമായ പരിക്കിന്റെ പിടിയിൽ തന്നെ ആയിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ശോഭയ്ക്കും ശങ്കറിനും ജനിച്ച മകൻ സൂര്യ ഓട്ടിസം ബാധിതനുമാണ്. ഇതിനിടയിൽ ശങ്കർ നടത്തിയിരുന്ന പ്ലംബിംഗ് ഹാർഡ്വെയർ ബിസിനസ് തകർന്നിരുന്നു. ഭർത്താവിനെയും മകനെയും നോക്കാനുള്ള പ്രയാസം കാരണം ശോഭയ്ക്ക് പിന്നീട് ഷൂട്ടിങ്ങിന് പോകാൻ സാധിക്കാതെ വരികയും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരികയും ചെയ്തു. അതോടെ ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഈ കുടുംബത്തിന് മുന്നിൽ അവസാനിക്കുകയായിരുന്നു. വാടക വീട്ടിൽ നിന്നും വാടക കൃത്യമായി നൽകാൻ സാധിക്കാത്തതോടെ ഒഴിഞ്ഞുകൊടുക്കണം എന്ന് വീട്ടുടമ നൽകിയ പരാതിയിന്മേൽ കോടതി ഉത്തരവ് കൂടി വന്നതോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് ഇവർക്ക്. ഇവിടെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. നോർമലായ ഒരു കുഞ്ഞായിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് എനിക്ക് ജോലിക്ക് പോകാമായിരുന്നു. എനിക്കിപ്പോൾ അത് പറ്റില്ല. ഞാൻ റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്നെ സഹായിക്കണം. എനിക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. വേറൊരു ആഗ്രഹവും ഇല്ല എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ ഒരിടം വേണം. ഒരു വാടക വീട് എടുത്താൽ അതിന് വാടക കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എന്ത് കണ്ടുകൊണ്ടാണ് ഞാൻ വാടക കൊടുക്കുന്നത്? നിങ്ങളോട് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മകന് തെറാപ്പി കൊടുക്കണം. അവന് ബ്രെയിൻ വളർച്ചയുടെ കഷ്ടമുണ്ട്. അതിനാണ് തെറാപ്പി കൊടുക്കുന്നത്. അതെനിക്ക് സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും ശോഭ പറയുന്നു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് ഉത്തരവ്. വീട് വിട്ടിറങ്ങിയാൽ ശോഭയും കുടുംബവും എവിടേക്ക് പോകണം എന്നറിയാതെ വലയുകയാണ്. മകന്റെയും ഭർത്താവിന്റെയും ചികിത്സയ്ക്കായി മാത്രം മാസം 7000 രൂപ ശോഭയ്ക്ക് വേണം. സുരക്ഷിതമായ ഒരു പാർപ്പിടം കിട്ടിയാൽ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കും എന്ന് പ്രതീക്ഷയിലാണ് ശോഭയും കുടുംബവും. അതിനുള്ള സഹായം തേടുകയാണ് ശോഭയും കുടുംബവും എന്നാണ് റിപ്പോർട്ട്. സിനിമാക്കാർ സഹായിക്കില്ലേ? സീരിയലുകാർ സഹായിക്കില്ലേ? പൈസയുള്ളവർ സഹായിക്കില്ലേ എന്ന് നമ്മൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും സഹായിക്കട്ടെ എന്നല്ല, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ എന്നല്ലേ നോക്കേണ്ടത്. ഒരുപാട് പണം സമ്പാദിച്ചു കഴിഞ്ഞ് ഒരാളെ സഹായിക്കാം എന്ന് കരുതിയാൽ നടക്കില്ല. നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ സീരിയൽ സിനിമ സംഘടനകൾ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിലല്ലേ കൈത്താങ്ങ് കൊടുക്കേണ്ടത്? ആ മനുഷ്യന്റെ കണ്ണുകളിലെ നിസ്സഹായത കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു. സീമയും ശ്രീജ സുരേന്ദ്രൻ ഒക്കെ വിചാരിച്ചാൽ ഇവരെ സഹായിക്കാൻ പറ്റും. ആത്മ അമ്മ സംഘടനകൾ ഇത് കാണണം. ഇത് കണ്ടില്ലെങ്കിൽ എന്താ ഇവർ ചെയ്യുന്നത്? കണ്ടറിഞ്ഞ കൈ കോർക്കണം. ആരും അറിയാത്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ പല സംഘടനകളുമുണ്ട്. നിങ്ങൾക്കും സഹായം എന്തായാലും എത്തും. ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ അവർ ജീവിച്ചിരിക്കുന്നത് തന്നെ സന്തോഷം തരുന്ന കാര്യം. എന്തെങ്കിലും അവിവേകം സംഭവിക്കുന്നതിന് മുൻപ് മാക്സിമം എല്ലാവരും ചേച്ചിയെ സഹായിക്കണം, നമ്മളാൽ കഴിയുന്നത്. വിഷമിക്കേണ്ട, ദൈവം വലിയവനാണ്. ഒരു വഴി അടഞ്ഞു പോകുമ്പോൾ മറ്റൊരു വഴി തുറക്കും. പരീക്ഷണം നൽകുമ്പോഴും ദൈവം നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും എത്തിച്ചിരിക്കും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.